Uh, First of all, I would like to introduce myself. I am Kamar PH from Bharat Matha School of Legal Studies, first year BA LL.B student. And first of all, I need to express my special gratitude to Johnson sir, who provide me this type of opportunity in this session. Without much preface, I am getting to my point. Today, I like to present the topic Shanti Bhusan versus Supreme Court and others. The case Shanti Bhusan versus Supreme Court and others. In this case, we need to study several matters regarding the principal master of roster, some other judgments, and also some other judges. First of all, we need to check some basic facts about the case. As we can see, the appellant in this case is Advocate Shanti Bhusan. We know Shanti Bhusan is a famous lawyer. He was also an Indian politician and public interest litigation lawyer, and also Law Minister of India during the Morarji Desai government. And also we know the Prashant Bhushan, who is a famous lawyer. കഴിഞ്ഞ കാലങ്ങളിലായിട്ട് ഒരു കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് എന്ന ഒരു വിഷയത്തിൽ സുപ്രീം കോടതി ₹1 ഫൈനായി കൊടുത്ത് ശിക്ഷ കൊടുത്ത ഒരു ലോയറിനെ നമുക്കെല്ലാവർക്കും പരിചിതമാണ്. അദ്ദേഹത്തിൻ്റെ പിതാവും കൂടിയാണ് ശാന്തി ഭൂഷൺ. ഇവർ രണ്ടുപേരും ഇന്ത്യൻ ടൈംസ് ഓഫ് എക്കണോമി എന്ന പത്രത്തിൻ്റെ കണക്കിൽ ഇന്ത്യ കണ്ട പ്രശസ്തമായ 74 സ്ട്രോങ്ങസ്റ്റ് പേഴ്സൺസിൻ്റെ കൂട്ടത്തിൽ ഉൾപ്പെടുന്ന ആളുകളാണ്. ഒന്ന് ശാന്തി ഭൂഷണും 2 പ്രശാന്ത് ഭൂഷൺ, ഇദ്ദേഹത്തിൻ്റെ മകനായ പ്രശാന്ത് ഭൂഷണും. അപ്പോൾ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരു കേസാണ് ഇന്നത്തെ ടോപ്പിക്കായിട്ട് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇദ്ദേഹമാണ് ഇവിടെ അപ്പല്ലൻ്റായി വരുന്നത്. ആൻഡ് റെസ്പോണ്ടന്റ് ഈസ് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ. ജഡ്ജ്മെന്റ് ഡേറ്റ് വി നീഡ് ടു കൺസിഡർ 6th July 2018. Honorable judges who present in this case, Justice A.K. Sikri and Ashok Bhushan. Case category public interest litigation. അതായത് സാർ നമുക്ക് തുടക്കത്തിലെ ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ പറഞ്ഞു തന്നായിരുന്നു ഈ കേസ് മാസ്റ്റർ ഓഫ് റോസ്റ്റർ എന്നൊരു പ്രിൻസിപ്പളിനെ പറ്റി. അപ്പോൾ ഈ കേസ് വായിക്കുന്നതിന് മുമ്പ് നമുക്ക് എന്താണ് ഈ കേസുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രിൻസിപ്പൾസും ലീഗൽ ടേംസും ആർട്ടിക്കിൾസും കുറച്ച് കേസസുകളും എന്താണെന്നൊന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ മാസ്റ്റർ ഓഫ് റോസ്റ്റർ എന്നൊരു വാക്കെടുക്കാം. എന്താണ് ഈ മാസ്റ്റർ ഓഫ് റോസ്റ്റർ? സാർ ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഇറ്റ് റെഫേഴ്സ് ടു ദി പ്രിവിലേജ് ഓഫ് ചീഫ് ജസ്റ്റിസ് ടു കോൺസ്റ്റിറ്റ്യൂസ് ബെഞ്ചസ് ടു ഹിയർ കേസസ്. അതായത് ഒരു പെർട്ടിക്കുലർ കോർട്ടിൽ കേസ് വരുമ്പോൾ ആ കോടതിയിലെ ഏത് ജഡ്ജ് വേണം ആ കേസിൽ വിധി നടപ്പാക്കേണ്ടത് അല്ലെങ്കിൽ ആ കേസ് കേൾക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്ന ആ ഒരു പവറിനെയാണ് മാസ്റ്റർ ഓഫ് റോസ്റ്റർ എന്ന് പറയുന്നത്. ഈ മാസ്റ്റർ ഓഫ് റോസ്റ്റർ ഒരു കോടതിയിൽ നൽകപ്പെട്ടിരിക്കുന്നത് അതാത് കോടതികളിലെ ചീഫ് ജസ്റ്റിസിനാണ്. സോ മാസ്റ്റർ ഓഫ് റോസ്റ്റർ എന്താണെന്ന് ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്. ഒരു കോടതിയിൽ വരുന്ന കേസ് അത് ഏത് ബെഞ്ച് തീരുമാനിക്കണം അല്ലെങ്കിൽ ഏത് ജഡ്ജ് ആ വിഷയത്തിൽ ഹിയർ ചെയ്യണം എന്ന് തീരുമാനിക്കുന്ന ഒരു പ്രൊവിഷൻ അല്ലെങ്കിൽ ഒരു പവർ അല്ലെങ്കിൽ ഒരു അതോറിറ്റി. ഈ അതോറിറ്റിയെയാണ് മാസ്റ്റർ ഓഫ് റോസ്റ്റർ എന്ന് പറയുന്നത്. അതൊരു ഡിവിഷൻ ബെഞ്ച് തീരുമാനിക്കണമോ അല്ലെങ്കിൽ അതൊരു സിംഗിൾ ബെഞ്ച് തീരുമാനിക്കണമോ അല്ലെങ്കിൽ അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ച് തീരുമാനിക്കണമോ അല്ലെങ്കിൽ സിംഗിൾ ബെഞ്ച് ആണെങ്കിൽ അത് ഏത് ജഡ്ജ് തീരുമാനിക്കണം. അപ്പോൾ ഇത്തരത്തിൽ ആ കേസ് ഏത് ജഡ്ജ് വേണം ഹിയർ ചെയ്യാൻ എന്ന് തീരുമാനിക്കുന്ന ആ ഒരു പദവിയെയാണ് മാസ്റ്റർ ഓഫ് റോസ്റ്റർ എന്ന് പറയുന്നത്. ഈ മാസ്റ്റർ ഓഫ് റോസ്റ്റർ എന്ന പദവി സ്വാഭാവികമായും അതാത് കോടതികളിലെ ചീഫ് ജസ്റ്റിസിനാണ്. ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസിനും സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസിനുമാണ്. ഈ കേസുമായി ഈ വാക്കിനുള്ള ബന്ധം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ദീപക് മിശ്ര 45ാമത്തെ ഇന്ത്യൻ ചീഫ് ജസ്റ്റിസ് ആണ് ദീപക് മിശ്ര. അദ്ദേഹം ചീഫ് ജസ്റ്റിസ് ആയിരുന്ന സമയത്ത് അദ്ദേഹത്തിനെതിരെ ഒരുപാട് ആരോപണങ്ങൾ വന്നിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു മാസ്റ്റർ ഓഫ് റോസ്റ്റർ എന്ന പദവി അദ്ദേഹം ദുരുപയോഗം ചെയ്യുന്നു,
അദ്ദേഹത്തിന്റെ കീഴിലുള്ള വളരെ ജൂനിയർ ആയിട്ടുള്ള ജഡ്ജസിന് ചില പ്രത്യേക കേസുകൾ ഗവൺമെന്റിന് ഫേവറായിട്ട് വരുന്ന രീതിയിൽ ജഡ്ജ്മെന്റ് പുറപ്പെടുവിക്കുക എന്ന ലക്ഷ്യത്തോടെ അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ചില ജഡ്ജസിന് മാത്രമായി അദ്ദേഹം കേസുകൾ കൊടുക്കുന്നു എന്ന രീതിയിലൊക്കെ ഒരുപാട് പ്രൊവിഷൻസും ഒരുപാട് ആരോപണങ്ങളും വന്നിരുന്നു. അതിനെ തുടർന്ന് ഏകദേശം 74 ഓപ്പോസിഷൻ പാർട്ടീസിലെ 74 മെമ്പേഴ്സ് എല്ലാവരും കൂടി ചേർന്ന് പാർലമെന്റിൽ ചെന്ന് പ്രസിഡന്റിന് ഒരു കത്ത് നൽകി. പാർലമെന്റിൽ ഇദ്ദേഹത്തെ റിമൂവ് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ പാസ്സാക്കാൻ ഈ പാർലമെന്റ് എന്ത് ചെയ്തു, മുന്നിട്ട് വരികയുണ്ടായി. നമ്മുടെ സുപ്രീം കോടതിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ചീഫ് ജസ്റ്റിസിനെ റിമൂവ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇതിനു മുമ്പ് ജഡ്ജസിനെ റിമൂവ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്, എന്നാൽ ഒരു ചീഫ് ജസ്റ്റിസിനെ റിമൂവ് ചെയ്യാൻ ആദ്യമായിട്ട് ശ്രമിക്കുന്നത് ഇദ്ദേഹത്തിന്റെ വിഷയത്തിലാണ്. എന്നിരുന്നാലും അന്നത് പാസ്സായില്ല. അത് 2/3 മെജോറിറ്റിയിൽ അന്ന് പാസ്സായില്ല. സോ ഇദ്ദേഹത്തിന്റെ വിഷയത്തിൽ ഇത്രത്തോളം ആരോപണങ്ങൾ വന്നതിനെ തുടർന്ന് എന്ത് ചെയ്തു, അന്നത്തെ പ്രശസ്തനായ വക്കീൽ ശാന്തി ഭൂഷൺ ഇദ്ദേഹത്തിനെതിരെ കോടതിയിൽ കേസ് കൊടുക്കുകയാണ്. അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് നമ്മൾ ഈ കേസിൽ നോക്കാൻ പോകുന്നത്. അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന കുറച്ച് പെറ്റീഷൻസ്, അദ്ദേഹം തെളിവായി സ്വീകരിക്കുന്ന കുറച്ച് ജഡ്ജ്മെന്റ്സ്, അദ്ദേഹം മാസ്റ്റർ ഓഫ് റോസ്റ്റർ എന്ന പദവി ചീഫ് ജസ്റ്റിസിന് മാത്രമായി കൊടുക്കാതെ, ചീഫ് ജസ്റ്റിസിന് എക്സ്ക്ലൂസീവായി കൊടുക്കാതെ അത് കൊളീജിയം എന്ന മറ്റ് പ്രധാനപ്പെട്ട 5 ജഡ്ജിമാരും, മുതിർന്ന മറ്റ് 4 ജഡ്ജിമാരും ചീഫ് ജസ്റ്റിസ് അടങ്ങുന്ന ഒരു 5 അംഗ ജഡ്ജിമാരെയാണ് കൊളീജിയം എന്ന് പറയുന്നത്. നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ അടുത്ത് തന്നെ പഠിക്കും. നെജാക്ക് 99th അമെന്റ്മെന്റിലൂടെ നെജാക്ക് എടുത്തു കളഞ്ഞു, നാഷണൽ ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ് കമ്മീഷൻ. അപ്പൊ അത് എടുത്തു കളഞ്ഞിട്ട് കൊണ്ടുവന്ന്, അതിനു മുമ്പും കൊളീജിയം ആയിരുന്നു ഗവൺമെന്റ്. കൊളീജിയം യഥാർത്ഥത്തിൽ ചീഫ് ജസ്റ്റിസിനെ അതുപോലെ തന്നെ ഓരോ ഹൈക്കോടതിയിലെയും സുപ്രീം കോടതിയിലെയും ജഡ്ജിമാരെ തീരുമാനിക്കാൻ വേണ്ടി ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ ഒരു കൂട്ടം ആ വിഷയങ്ങളിൽ തീരുമാനമെടുക്കാൻ വേണ്ടി രൂപീകൃതമായിട്ടുള്ള ഒരു കൂട്ടായ്മയായിരുന്നു കൊളീജിയം. ഈ കൊളീജിയം എടുത്തു കളഞ്ഞുകൊണ്ട് സർക്കാർ കൊണ്ടുവന്ന ഒരു കമ്മീഷൻ ആയിരുന്നു നെജാക്ക്, നാഷണൽ ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ് കമ്മീഷൻ. അത് 99th അമെന്റ്മെന്റിലൂടെ അത് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണെന്ന് കോടതി വിധിക്കുകയും 99th അമെന്റ്മെന്റിലൂടെ സർക്കാർ അത് കൊണ്ടുവന്നു. അതിനുശേഷം കോടതി ഒരു പ്രസ്തുത ജഡ്ജ്മെന്റിലൂടെ നെജാക്ക് എടുത്തു കളഞ്ഞ് വീണ്ടും കൊളീജിയം തന്നെ കൊണ്ടുവന്നു. അപ്പൊ ആ കൊളീജിയത്തിൽ അവസാനം വന്ന കൊളീജിയം പ്രകാരം 4 ജഡ്ജിമാരും ഒരു ചീഫ് ജസ്റ്റിസും ചേർന്നാണ് രാജ്യത്തിലെ മുഴുവൻ ഹൈക്കോടതികളിലെയും സുപ്രീം കോടതികളിലെയും ജഡ്ജിമാരെ തീരുമാനിക്കുന്നതും ട്രാൻസ്ഫർ ചെയ്യുന്നതും ചീഫ് ജസ്റ്റിസിനെ വരെയും തീരുമാനിക്കുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു കൊളീജിയം വേണം. ഈ ഒരു കൊളീജിയം തന്നെ മാസ്റ്റർ ഓഫ് റോസ്റ്റർ എന്ന പദവി സ്വീകരിക്കണം. അല്ലാതെ മാസ്റ്റർ ഓഫ് റോസ്റ്റർ എന്ന പദവി ഒരിക്കലും ഈ ജനാധിപത്യ രാജ്യത്തിൽ ഒരാളുടെ കീഴിൽ മാത്രമായി ഒതുക്കിക്കൂടാ, ഒരാളുടെ കീഴിൽ മാത്രമായി ആ ഒരു പദവി നൽകിക്കൂടാ. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ദുരുപയോഗം സംഭവിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ശാന്തി ഭൂഷൺ സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത ഒരു കേസാണ് ആകെ ചുരുക്കം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ അകത്ത് അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളും നമുക്ക് കാണാം. അറ്റോർണി ജനറൽ വേണുഗോപാൽ ആയിരുന്നു ഇതിന് തൊട്ട് മുമ്പ് ഉണ്ടായിരുന്ന അറ്റോർണി ജനറൽ വേണുഗോപാൽ, നിലവിലത്തെ വെങ്കിട്ടരമണി, അതിനു മുമ്പുണ്ടായിരുന്ന വേണുഗോപാൽ, അദ്ദേഹമായിരുന്നു ഈ വിഷയത്തിൽ ഗവൺമെന്റിന്റെ സൈഡിൽ അപ്പിയർ ചെയ്ത അറ്റോർണി ജനറൽ. അപ്പൊ അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന പ്രൊവിഷൻസും പ്രധാനപ്പെട്ട 1-2 പ്രൊവിഷൻസ് മാത്രം ഉൾപ്പെടുത്തി AK സിക്കിരിയും അതുപോലെ തന്നെ ജസ്റ്റിസ് അശോക് ഭൂഷൺ, ഈ 2 ആളുകളുമാണ് ഈ വിഷയത്തിൽ ജഡ്ജ്മെന്റ് പറഞ്ഞത്. അപ്പൊ അവര് മുന്നോട്ട് വെച്ച ആശയങ്ങളും പിന്നെ അവസാനം ഒരു കൺക്ലൂഷനും, ഇങ്ങനെയാണ് ഇന്നത്തെ ഒരു പ്രസന്റേഷൻ തയ്യാറാക്കപ്പെട്ടിരിക്കുന്നത്. അപ്പൊ അതിനെല്ലാം മുമ്പ് നമുക്ക് മാസ്റ്റർ ഓഫ് റോസ്റ്റർ എന്ന ഒരു പ്രൊവിഷൻ മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ ഈ കേസിൽ പ്രധാനമായും നോക്കേണ്ട മറ്റൊരു പ്രൊവിഷനാണ് ആർട്ടിക്കിൾ 145. 145 of the Indian Constitution talks about how the Supreme Court can make rules and laws regarding the persons appointed by the Supreme Court. ആർട്ടിക്കിൾ 145 ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നത്, ഒരു സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ട ആളുകൾ, അഡ്വക്കേറ്റ്സ് ആകാം, അല്ലെങ്കിൽ സുപ്രീം കോടതിയിൽ പ്രാക്ടീസ് ചെയ്യാൻ വരുന്ന പലതരം അഡ്വക്കേറ്റ്സ്, സീനിയർ അഡ്വക്കേറ്റ് ആകാം, അഡ്വക്കേറ്റ്സ് ഓൺ റെക്കോർഡ് ആകാം. അതല്ലാതെ അവിടെ വരുന്ന മുഴുവൻ പ്രൊവിഷൻസും കോടതിയുമായി ബന്ധപ്പെട്ട, കോടതിയിലെ ഹിയറിങ്ങും പ്രൊസീജിയറും പ്രിൻസിപ്പൾസുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ സുപ്രീം കോടതിക്ക് നിയമങ്ങൾ സൃഷ്ടിക്കാൻ സുപ്രീം കോടതിക്ക് അധികാരമുണ്ട് എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിളാണ് 145.
നമ്മുടെ കേസിൽ 145 ആർട്ടിക്കിൾ എന്ന് വരും. അപ്പോൾ സ്വാഭാവികം നമ്മൾ മനസ്സിലാക്കണം, ആർട്ടിക്കിളിൽ പറയുന്നത് സുപ്രീം കോർട്ട് ക്യാൻ മേക്ക് റൂൾസ് റിഗാർഡിംഗ് ദി പേഴ്സൺസ് അപ്പോയിന്റഡ് ബൈ ദി സുപ്രീം കോർട്ട്. അതുപോലെ തന്നെ നമ്മുടെ കേസിൽ 2-3 തവണ ആവർത്തിച്ചു വരുന്ന ഒരു കേസാണ് ഫസ്റ്റ് ജഡ്ജസ് കേസ്. നമുക്കറിയാം 4 ജഡ്ജസ് കേസ് ഉണ്ട്, അറിയപ്പെടുന്ന 4 ഇമ്പോർട്ടൻറ്റ് ജഡ്ജസ് കേസ്. ഫസ്റ്റ് ജഡ്ജസ് കേസ് ഉണ്ട് 1981, അതുപോലെ തന്നെ സെക്കൻഡ് ജഡ്ജസ് കേസ് ഉണ്ട് 1993, പിന്നെ തേർഡ് ജഡ്ജസ് കേസ് ഉണ്ട് 1998 ആൻഡ് ഫോർത്ത് ജഡ്ജസ് കേസ് ഉണ്ട് 2015. ഇങ്ങനെ 4 ജഡ്ജസ് കേസാണ്. അതിൽ ഫസ്റ്റ് ജഡ്ജസ് കേസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഒരു പ്രസന്റേഷനിൽ വരുന്നുണ്ട്. അപ്പൊ എന്താണ് ആ ഫസ്റ്റ് ജഡ്ജസ് കേസ് എന്ന് പറയുന്നത്? SP ഗുപ്ത വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. ഈ ഒരു കേസിനെയാണ് പോപ്പുലർലി ഫസ്റ്റ് ജഡ്ജസ് കേസ് എന്ന് അറിയപ്പെടുന്നത്. ഈ ഒരു കേസിന്റെ അകത്ത് a lot of writ petitions were filed by various lawyers and practitioners in different high courts challenging an order of the government on the non-appointment of 2 judges and their transfer. ഈ ഒരു വിഷയം മാത്രമല്ല, മറ്റ് പല വിഷയങ്ങളും ആർട്ടിക്കിൾ 124 അകത്ത് വരുന്ന കൺസൾട്ടേഷൻ എന്ന വാക്ക്, അതായത് സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ജഡ്ജിമാരെ ട്രാൻസ്ഫർ ചെയ്യുന്ന സന്ദർഭത്തിലും വിഷയങ്ങളിലും കൺസൾട്ടേഷൻ, പ്രസിഡന്റിനെ കൺസൾട്ട് ചെയ്യണം എന്ന് പറയുന്ന ഒരു പ്രൊവിഷൻ ആർട്ടിക്കിൾ 124 അകത്ത് പറയുന്നുണ്ട്. അപ്പൊ അവിടെ പറയുന്ന ആ കൺസൾട്ടേഷൻ എന്ന വാക്കിന് കൺകറൻസ് എന്ന അർത്ഥം വരുന്നില്ല. അതായത് ചീഫ് ജസ്റ്റിസ് പ്രസിഡന്റിനെ കൺസൾട്ട് ചെയ്യണം. കൺസൾട്ട് ചെയ്യുന്നത് എന്ന ഒരു വാക്കിലൂടെ പ്രസിഡന്റിന്റെ അനുവാദം കിട്ടണം അല്ലെങ്കിൽ അഗ്രിമെന്റ് വേണം എന്നൊരർത്ഥം അവിടെ വരുന്നില്ല. ഇങ്ങനത്തെ കേസുകളിൽ സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് പ്രസിഡന്റുമായി സമീപിക്കണം എന്നൊരർത്ഥമേ ഉള്ളൂ. അല്ലാതെ പ്രസിഡന്റിന്റെ കൺകറൻസ് വേണം, പ്രസിഡന്റ് അത് അഗ്രി ചെയ്യണം എന്നൊരു പ്രൊവിഷൻ അവിടെ അർത്ഥം വരുന്നില്ല എന്ന് തുടങ്ങിയ പ്രധാനപ്പെട്ട ഒരുപാട് വിഷയങ്ങൾ ജഡ്ജ്മെന്റ് ആയ ഒരു കേസും കൂടിയാണ് ഫസ്റ്റ് ജഡ്ജസ് കേസ്. അപ്പൊ ഈ 3 കാര്യങ്ങൾ നമ്മൾ ഈ കേസ് പഠിക്കുന്നതിന് മുമ്പ് നമ്മുടെ ഓർമ്മയിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ കേസ് മാസ്റ്റർ ഓഫ് റോസ്റ്റർ എന്ന വിഷയത്തിൽ വന്നൊരു കേസാണ്. ശാന്തി ഭൂഷൺ അദ്ദേഹമാണ് ഈ ഒരു കേസിന്റെ പെറ്റീഷണർ ആയിട്ട് വരുന്നത്. അദ്ദേഹം 45ാമത്തെ ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള ദീപക് മിശ്രക്കെതിരെ ആരോപിച്ചുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിച്ച ഒരു കേസാണ്. ആ കേസിൽ ഹിയറിങ്ങിന് ഇരിക്കുന്നത് AK സിക്കിരി സാറും അതുപോലെ തന്നെ അശോക് ഭൂഷൺ സാറുമാണ്. ഇതൊക്കെയാണ് ഇതിന്റെ ബേസിക് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. സോ ലെറ്റ്സ് കം ടു ദി ഫാക്ട് ഓഫ് ദി കേസ്. എന്താണ് ഈ കേസിലെ ഫാക്ട്? ഇൻ ദിസ് കേസ് ദി പെറ്റീഷണർ, സീനിയർ അഡ്വക്കേറ്റ് പ്രാക്ടീസിംഗ് ഇൻ ദി സുപ്രീം കോർട്ട്, had filed a writ petition under the Article 32 of the Indian Constitution. നമ്മൾ പറഞ്ഞു പെറ്റീഷണർ ആര്? ശാന്തി ഭൂഷൺ. അദ്ദേഹം ആർട്ടിക്കിൾ 32 പ്രകാരം, ആർട്ടിക്കിൾ 32 എന്താണ്? റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. ഒരാളുടെ ഫണ്ടമെന്റൽ റൈറ്റ് വയലേറ്റ് ചെയ്യപ്പെടുമ്പോൾ അദ്ദേഹത്തിന് സുപ്രീം കോടതിയെ അത് എൻഫോഴ്സ് ചെയ്യാൻ വേണ്ടി സമീപിക്കാം എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 32. അത് പ്രകാരം അയാളുടെ ഫണ്ടമെന്റൽ റൈറ്റ്, ഒരാളുടെ മൗലിക അവകാശം വിച്ഛേദിക്കപ്പെടുകയോ തടയപ്പെടുകയോ ചെയ്യുകയാണെങ്കിൽ പ്രസ്തുത വിഷയങ്ങളിൽ അദ്ദേഹത്തിന് സുപ്രീം കോടതിയെ അത് നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് സമീപിക്കാം എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 32. ആർട്ടിക്കിൾ 32 പ്രകാരം ഇന്ത്യയിലെ തന്നെ ഒരു സീനിയർ മോസ്റ്റ് അഡ്വക്കേറ്റ് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ഈ കേസിന്റെ പ്രധാനപ്പെട്ട ഒരു ഫാക്ട്. ഇൻ ദിസ് റിറ്റ് പെറ്റീഷൻ, ഈ റിറ്റ് പെറ്റീഷനിലൂടെ അദ്ദേഹം പറയുന്നത് എന്താണ്? He seeks to clarify the administrative authority of Chief Justice as the master of roster and for laying down the procedure and principles to be followed in preparing the roster for allocation of cases. നമ്മൾ പറഞ്ഞു മാസ്റ്റർ ഓഫ് റോസ്റ്റർ എന്ന ഒരു വിഷയം, അതിന്റെ വിഷയത്തിൽ കുറച്ച് ക്ലാരിറ്റി ആവശ്യപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹം സുപ്രീം കോടതിയെ സമീപിക്കുന്നത്. അതായത് ചീഫ് ജസ്റ്റിസ് എന്ന ഒരാൾക്ക് മാത്രം ആ ഒരു അധികാരം ചുരുക്കാതെ മറിച്ച് അത് കൊളീജിയം എന്ന ഒന്നിലധികം ജഡ്ജിമാരിലേക്ക് അത് വ്യാപിപ്പിക്കണം, അതൊന്ന് കുറച്ചും കൂടി വൈഡ്ലി ഇന്റർപ്രിറ്റ് ചെയ്യണം എന്നൊരാവശ്യവുമായിട്ടാണ് ഇദ്ദേഹം ഈ ഒരു റിറ്റ് പെറ്റീഷൻ സമർപ്പിച്ചിരിക്കുന്നത്. ഇറ്റ് മേ ബി mentioned that the petitioner acknowledges and accepts the legal principles that the Chief Justice is the master of roster and he has authority to allocate the case to different benches. ഈ കേസിൽ ശാന്തി ഭൂഷൺ എന്ന വക്കീൽ അദ്ദേഹം സ്വമേധയിൽ തന്നെ അദ്ദേഹം അഗ്രി ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന് അറിയാം മാസ്റ്റർ ഓഫ് റോസ്റ്റർ എന്ന പദവി ചീഫ് ജസ്റ്റിസിനുള്ള ഒരു അധികാരമാണ്, ചീഫ് ജസ്റ്റിസ് ആണ് അത് നിറവേറ്റുന്നതും എന്ന പൂർണ്ണ ബോധ്യത്തോടെയാണ് അദ്ദേഹം ഈ ഒരു കേസ് ഫയൽ ചെയ്യുന്നത്. അദ്ദേഹം ഇതിലൂടെ ആവശ്യപ്പെടുന്നത് ഇത്രയേ ഉള്ളൂ, അത് ആ ഒരു ചീഫ് ജസ്റ്റിസിൽ മാത്രം ഒതുക്കാതെ ചീഫ് ജസ്റ്റിസിന്റെ കൂടെ മറ്റ് സീനിയർ മോസ്റ്റ് ജഡ്ജസിനെയും ഉൾപ്പെടുത്തി കൊളീജിയത്തിന് മൊത്തത്തിലായ ആ ഒരു മാസ്റ്റർ ഓഫ് റോസ്റ്റർ എന്ന പദവി വിട്ടുകൊടുക്കണം. അല്ലാതെ
എക്സ്ക്ലൂസീവ് ചീഫ് ജസ്റ്റിസിന് മാത്രം ആ ഒരു പദവി കൊടുക്കരുത് എന്നാണ് അദ്ദേഹം ഈ കേസിൽ സുപ്രീം കോടതിയോട് ആവശ്യപ്പെടുന്നത്. ഇതാണ് ആകെ ചുരുക്കം ഈ കേസിന്റെ ഫാക്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ ഇഷ്യൂസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ കേസിൽ വരുന്ന ഇഷ്യൂ എന്തൊക്കെയാണ്? ഇഷ്യൂ വെദർ പവർ ഓഫ് കൺസൾട്ടിംഗ് ബെഞ്ചസ് ആൻഡ് ലിസ്റ്റിംഗ് കേസസ് ബി എക്സസൈസ്ഡ് ബൈ കൊളീജിയം ആൻഡ് നോട്ട് ചീഫ് ജസ്റ്റിസ് അലോൺ. അതുപോലെ തന്നെ വെദർ ദി എക്സ്പ്രഷൻ ചീഫ് ജസ്റ്റിസ് ഇൻ ദി സുപ്രീം കോർട്ട് ഈസ് ടു ബി റെഡ് ആസ് കൊളീജിയം ഓഫ് ഫസ്റ്റ് 5 ജഡ്ജസ്. നമ്മൾ പറഞ്ഞു കൊളീജിയത്തിന്റെ കാര്യവും മാസ്റ്റർ ഓഫ് റോസ്റ്ററിന്റെ കാര്യം, ഇത് രണ്ടുമാണ് പ്രധാനപ്പെട്ട വിഷയം. ഓക്കെ, ഈ കേസിൽ വരാൻ പോകുന്ന ലീഗൽ പ്രിൻസിപ്പൾസ് നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്താണ്. മാസ്റ്റർ ഓഫ് റോസ്റ്റർ എന്നൊരു വാക്കിന്റെ അർത്ഥം ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്. മാസ്റ്റർ ഓഫ് റോസ്റ്റർ ഇറ്റ് റിഫേഴ്സ് ടു ദി പ്രിവിലേജ് ഓഫ് ദി ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ടു കോൺസ്റ്റിറ്റ്യൂട്ട് ബെഞ്ചസ് ടു ഹിയർ കേസസ്. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 145 എന്താണ്? റൂൾസ് ഓഫ് സുപ്രീം കോർട്ട്. സുപ്രീം കോർട്ട് ക്യാൻ മേക്ക് റൂൾസ് ആൻഡ് ലോസ് റിഗാർഡിംഗ് ടു ദി പേഴ്സൺസ് അപ്പോയിന്റഡ് ബൈ ദി സുപ്രീം കോർട്ട്. ഫസ്റ്റ് ജഡ്ജസ് കേസ് അതെന്താണെന്ന് നമ്മൾ ചർച്ച ചെയ്തതാണ്. സോ ഈ ഒരു കേസിൽ പെറ്റീഷണർ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? പ്രധാനമായും പെറ്റീഷണർ ആവശ്യപ്പെടുന്ന 4 കാര്യങ്ങളാണ്. പ്രധാനപ്പെട്ട 4 കാര്യങ്ങൾ. ദി കോർട്ട് മേ ബി പ്ലീസ്ഡ് ടു ഇഷ്യൂ റിറ്റ് ഡിക്ലെയറിംഗ് ദാറ്റ് ലിസ്റ്റ് ഓഫ് മാറ്റേഴ്സ് മസ്റ്റ് സ്ട്രിക്ട്ലി adhere to the Supreme Court rules which including following clarification. The word Chief Justice must be deemed to mean a collegium of 5 senior judges. The court may be pleased to issue writ declaring that the consultation for listing purpose with Chief Justice must include consultation with such number of senior most judges. And third one is that the court may clarify that when matters for urgent hearing only a date would be fixed, but the matter would be determined in accordance with the rules. And fourth one is that the court may grant such orders or other relief as may he deem fit in the facts of the case. ആകെ ചുരുക്കം ഇദ്ദേഹം ആവശ്യപ്പെടുന്നത് സുപ്രീം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ചീഫ് ജസ്റ്റിസ് എന്ന വ്യക്തിയിൽ ഒതുക്കാതെ 5 സീനിയർ മോസ്റ്റ് ജഡ്ജസ് എന്ന വിശാലമായ കൊളീജിയം എന്ന ഒരു ആശയത്തിലോട്ട് മാസ്റ്റർ ഓഫ് റോസ്റ്റർ എന്ന പദവിയെ വൈറ്റ്ലി ആയിട്ട് അങ്ങനെ ഇന്റർപ്രിറ്റ് ചെയ്യണം. അല്ലാതെ ചീഫ് ജസ്റ്റിസിന് മാത്രമായി എക്സ്ക്ലൂസീവ് ചീഫ് ജസ്റ്റിസിന് മാത്രമായി കൊടുക്കരുതെന്ന ഒരു പ്രൊവിഷനാണ് ഇദ്ദേഹം ഇതിലൂടെ ആവശ്യപ്പെടുന്നത്. കോടതി ഇത്തരത്തിലൊരു റിറ്റ് സ്വീകരിച്ചുകൊണ്ട് ഒരു ജഡ്ജ്മെന്റ് പുറപ്പെടുവിക്കാനാണ് ഇദ്ദേഹം ഈ ഒരു കേസിലൂടെ ആവശ്യപ്പെടുന്നത്. ആർഗ്യുമെന്റ്സ് ബൈ പെറ്റീഷണർ. ഇദ്ദേഹം പറയുന്ന കാര്യങ്ങൾ, ഇദ്ദേഹം സമർപ്പിക്കുന്ന കാര്യങ്ങൾക്ക് തെളിവായി കൊണ്ടുവന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങളും അദ്ദേഹം അവിടെ അവതരിപ്പിച്ച ചില പ്രധാനപ്പെട്ട ആർഗ്യുമെന്റ്സുമാണ് ഇവിടെ നോട്ട് ചെയ്തിട്ടുള്ളത്. ദി എക്സ്പ്രഷൻ ചീഫ് ജസ്റ്റിസ് ഹാസ് ബീൻ ഇന്റർപ്രിറ്റഡ് ബൈ എ കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ച് ഓഫ് കോർട്ട് in SP Gupta versus Union of India. This was done to ensure guard against the absolute power being upon the Chief Justice alone. മനസ്സിലാവുന്നുണ്ടല്ലോ? SP Gupta versus Union of India എന്ന കേസിൽ ചീഫ് ജസ്റ്റിസ് എന്ന വാക്ക് അത് വേണ്ട രീതിയിൽ ആ ഒരു കേസിൽ ചീഫ് ജസ്റ്റിസ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്, ആ ഒരു വാക്കിൽ ഒരുപാട് അധികാരങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ അധികാരങ്ങൾ കൊടുത്തത് കൊണ്ട് അത് ആരൊക്കെ അതിന്റെ ചീഫ് ജസ്റ്റിസ് എന്ന ഒരു വാക്കിന്റെ കൂടെ ഉദ്ദേശിക്കപ്പെടണം എന്ന വിഷയം ഈ ഒരു കേസിന്റെ അകത്ത് വ്യക്തമായി കോടതി പറഞ്ഞു തന്നിട്ടുണ്ട്. The rules framed under Article 145 of the Indian Constitution confer powers on the registrar under 111 rules 7 and 8 to deal with preparation of lists and fixing of hearing of petition. He also referred to the following observation of Justice J.S. Verma in that very judgment. In matter relating to appointment in the Supreme Court, the opinion given by the Chief Justice of India in the consultative process has to be formed taking into account the views of these 2 senior most judges. He argued that the modern trend in all legal system governed by democratic principles was to ensure that even administrative power of Chief Justice must be shared with senior judges. He referred to the system that prevails in UK Supreme Court, Supreme Court of Canada and etc. ഇദ്ദേഹം ഇത്രയും ആർഗ്യുമെന്റിലൂടെ ഇദ്ദേഹം പറയാൻ ശ്രമിച്ച കാര്യത്തിന് പല തെളിവുകൾ SP ഗുപ്ത വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന കേസിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എന്നൊരു വാക്കിനെ വൈഡ് ആയിട്ട് ഇന്റർപ്രിറ്റ് ചെയ്ത ഒരു പ്രൊവിഷൻ ഇദ്ദേഹം തെളിവായി കൊണ്ടുവന്നു. അതുകൂടാതെ
ജസ്റ്റിസ് വർമ്മ എന്ന ഇന്ത്യൻ സുപ്രീം കോടതിയിലെ ജഡ്ജിയായിരുന്ന അദ്ദേഹത്തിന്റെ വെർഡിക്റ്റിലും ചീഫ് ജസ്റ്റിസ് എന്ന വാക്കിനെ വിശദീകരിച്ച ആ ഒരു ആശയവും ഇദ്ദേഹം ഇവിടെ തെളിവായി കൊണ്ടുവന്നു. അതുകൂടാതെ മറ്റ് ഡെമോക്രാറ്റിക് കൺട്രികളിലെ സുപ്രീം കോടതിയിൽ സാധാരണ നടക്കുന്ന ഒരു കാര്യവും കൂടി കോടതിയുടെ മുന്നിൽ ഇദ്ദേഹം ഉണർത്തുകയുണ്ടായി. അതായത് ഇവിടെ പറഞ്ഞിട്ടുള്ള സുപ്രീം കോർട്ട് ഓഫ് UK, അതുപോലെ തന്നെ സുപ്രീം കോർട്ട് ഓഫ് കാനഡ തുടങ്ങിയ മറ്റു പല രാജ്യങ്ങളിലെ സുപ്രീം കോടതികളിലും ചീഫ് ജസ്റ്റിസ് എന്നൊരു വ്യക്തിയിൽ മാത്രമല്ല പവർ ഉള്ളത്. മറിച്ച് ചീഫ് ജസ്റ്റിസിന്റെ കൂടെ ചീഫ് ജസ്റ്റിസ് ചെയ്യുന്ന പല കാര്യങ്ങളും ചീഫ് ജസ്റ്റിസ് ഒറ്റയ്ക്ക് ചെയ്യാതെ അദ്ദേഹത്തിന്റെ കൂടെ മറ്റ് സീനിയർ മോസ്റ്റ് ജഡ്ജസിനെയും കൂടി ഉൾപ്പെടുത്തിയാണ് ആ രാജ്യങ്ങളിലെല്ലാം കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അതുപോലെ ആ രാജ്യം എന്നും അദ്ദേഹത്തിന്റെ ആർഗ്യുമെന്റ്സിന്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുകയുണ്ടായി. ആർഗ്യുമെന്റ്സ് ബൈ അറ്റോർണി ജനറൽ. ഇത്രയും വിഷയങ്ങളാണ് പ്രധാനമായും പെറ്റീഷണർ, അതായത് ശാന്തി ഭൂഷൺ, അദ്ദേഹത്തിന് വേണ്ടി ഹാജരായ ഒരു സീനിയർ ലോയർ ആർഗ്യുമെന്റ് ചെയ്തത്. ഇത്രയും കാര്യങ്ങളാണ്. അതുപോലെ ഓപ്പോസിറ്റ് ആയിട്ട് ഗവൺമെന്റിന് വേണ്ടി വന്നത് അന്നത്തെ അറ്റോർണി ജനറൽ ആയിട്ടുള്ള വേണുഗോപാൽ സാറാണ്. അദ്ദേഹത്തിന്റെ ആർഗ്യുമെന്റ്സ് എന്തൊക്കെയാണ്, നമുക്ക് പ്രധാനപ്പെട്ട ആർഗ്യുമെന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. Mr. Venugopal, in reply to the aforesaid arguments of the petitioner, has virtually accepted the legal position to effect that the Chief Justice is the master of roster, and in that capacity, he also has the authority to allocate the cases to different benches. The grievance of the petitioner was about the manner in which such power is being exercised. The Attorney General strongly refuted this suggestion. He argued that such an interpretation was not only impractical, it would even result in a chaos, including task of consulting the benches and allocating cases to benches. ഈ ഒരു പ്രൊവിഷൻ പെറ്റീഷണർ മുന്നോട്ട് വെച്ചതിന് ശേഷം അറ്റോർണി ജനറൽ പൂർണ്ണമായും ആ ഒരു പ്രൊവിഷനെ എതിർത്തുകൊണ്ട് അറ്റോർണി ജനറൽ പറഞ്ഞ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ, അതായത് അറ്റോർണി ജനറൽ ആദ്യം പറഞ്ഞത് നമ്മുടെ പെറ്റീഷണർ ആയിട്ടുള്ള അഡ്വക്കേറ്റ് വിർച്വലി അദ്ദേഹം ചീഫ് ജസ്റ്റിസിന്റെ പദവിയെയും ലീഗൽ പ്രിൻസിപ്പളെയെല്ലാം അംഗീകരിക്കുന്ന ഒരാളാണ്. പക്ഷേ ഏത് രീതിയിൽ ഓരോ കാര്യങ്ങൾ ചെയ്യണം, അതായത് മാസ്റ്റർ ഓഫ് റോസ്റ്റർ എന്ന പദവി ചീഫ് ജസ്റ്റിസിന് തന്നെ കിട്ടണം എന്ന വിഷയത്തിൽ, അല്ലെങ്കിൽ ചീഫ് ജസ്റ്റിസ് തന്നെ കൈകാര്യം ചെയ്യണം എന്ന വിഷയത്തിൽ അംഗീകരിക്കുന്ന ഒരാളാണ്. പക്ഷേ അത് ചീഫ് ജസ്റ്റിസ് മാത്രം ആയി ഒതുങ്ങരുത് എന്ന വിഷയത്തിൽ മാത്രമേ അദ്ദേഹത്തിന് എതിർപ്പുള്ളൂ. സോ അങ്ങനെയുള്ള ആ ഒരു എതിർപ്പ് അത് തീർച്ചയായും തള്ളപ്പെടേണ്ടതാണ്. അങ്ങനെ കൊളീജിയം എന്ന ഒരു ആശയത്തിലോട്ട് മാസ്റ്റർ ഓഫ് റോസ്റ്റർ എന്നൊരു പദവി വിട്ടുകൊടുക്കുകയാണെങ്കിൽ ഉണ്ടാകാവുന്ന കോൺസിക്വൻസസും അതിനെ തുടർന്ന് സംഭവിച്ചേക്കാവുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും ആണ് അദ്ദേഹം ഇവിടെ ചൂണ്ടിക്കാട്ടിയത്. അദ്ദേഹം പ്രധാനമായും പറഞ്ഞത് ദാറ്റ് ഈസ് ഇംപ്രാക്ടിക്കൽ. അങ്ങനെ ചീഫ് ജസ്റ്റിസിൽ നിന്നും ആ ഒരു മാസ്റ്റർ ഓഫ് റോസ്റ്റർ എന്ന പദവി കൊളീജിയത്തിന് വിട്ടുകൊടുക്കുക എന്നത് ഇംപ്രാക്ടിക്കൽ ആണ്. അങ്ങനെ ചെയ്യുന്നത് പ്രായോഗികമല്ല. കാരണം ഒരു മാസ്റ്റർ ഓഫ് റോസ്റ്റർ എന്ന ഒരു പദവി ഒരു ചീഫ് ജസ്റ്റിസിന്റെ കയ്യിലിരിക്കുമ്പോൾ അതാത് കേസുകൾ വരുന്ന സമയത്ത് അതാത് രീതിയിൽ ഒറ്റ തീരുമാനത്തിൽ അത് അലോക്കേറ്റ് ആയി പെട്ടെന്ന്, കാരണം ഓരോ സുപ്രീം കോടതിയിലും ഇഷ്ടം പോലെ കേസുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് തന്നെ കഴിഞ്ഞ ദിവസത്തെ ന്യൂസ് റിപ്പോർട്ട് വായിച്ചാൽ കാണാൻ സാധിക്കും, ഏകദേശം 700ഓളം വേക്കൻസി നമ്മുടെ മുഴുവൻ ഹൈക്കോടതികളിലുമായി, ഇന്ത്യയിലെ മുഴുവൻ ഹൈക്കോടതികളിലുമായി ഏകദേശം 700ഓളം ജഡ്ജിമാരുടെ വേക്കൻസി ഉണ്ട്. അതുപോലെ നമ്മുടെ സുപ്രീം കോടതിയിൽ ഇപ്പോഴും 2 ജഡ്ജിമാരുടെ വേക്കൻസി ഉണ്ട്. സ്ട്രെങ്ത് എന്ന് പറയുന്നത് 34 ആണെങ്കിലും ഇന്നും സുപ്രീം കോടതിയിൽ 32 പേരേ ഉള്ളൂ. ഇന്നത്തെ ന്യൂസ് പ്രകാരം നമ്മുടെ എവല്യൂഷൻ തിയറിയെ ഒന്ന് സ്റ്റക്ക് ഡൗൺ ചെയ്യുക എന്ന ഒരു ആവശ്യവുമായി ബന്ധപ്പെട്ട ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ വന്നിരുന്നു. അപ്പൊ ആ ഒരു വിഷയത്തിൽ DY ചന്ദ്രചൂഡ് പറഞ്ഞ ഒരു കാര്യമുണ്ട്. അദ്ദേഹം അവിടെ നോട്ട് ചെയ്തു, അദ്ദേഹം ആ ഒരു PAL ഫൈൻ കൊടുത്തു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇന്ന് കോടതിക്ക് സ്വീകരിക്കാവുന്ന ഇഷ്ടം പോലെ കേസുകൾ പെൻഡിങ്ങിൽ ഇരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഇരിക്കെ ആവശ്യമില്ലാത്ത കേസ് വന്ന് കോടതിയുടെ സമയം കളഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു കേസിന് DY ചന്ദ്രചൂഡ് എന്ത് ചെയ്തു, ഒരു ഫൈൻ ഇട്ട് കൊടുക്കുകയുണ്ടായി. അപ്പോൾ അത്രത്തോളം ഒരുപാട് കേസുകളാണ് ഒരു കോടതിയുടെ മുമ്പിൽ വരുന്നത്. അപ്പോൾ ഇഷ്ടംപോലെ കാര്യങ്ങൾ ചീഫ് ജസ്റ്റിസിന് ചെയ്തു തീർക്കാനുണ്ട്. അങ്ങനെ ഇരിക്കെ മറ്റു ജഡ്ജിമാർക്കൊക്കെ ചെയ്തു തീർക്കാനുണ്ട്. അപ്പൊ അങ്ങനെ ഇരിക്കെ ഈ ഒരു പ്രൊവിഷൻ മാസ്റ്റർ ഓഫ് റോസ്റ്റർ എന്ന വിഷയം ചീഫ് ജസ്റ്റിസ് കൊളീജിയത്തിന് വിട്ടുകൊടുക്കുകയാണെങ്കിൽ പിന്നെ കൊളീജിയത്തിന്റെ അകത്ത് വിഭിന്നമായ അഭിപ്രായങ്ങൾ വരും.
ഇന്നൊരു കേസ് അത് ഇന്നൊരാൾക്ക് വിട്ടുകൊടുക്കുമ്പോൾ ഒരാൾക്കത് എതിർപ്പും ഒരാൾ സ്വാഭാവികമായും അനുകൂലിക്കുകയും മറ്റൊരാൾ പ്രതികൂലിക്കുകയും ചെയ്യും. പിന്നെ അതിങ്ങനെ നീണ്ട് അതിൽ പിന്നെ ഒരു കാലതാമസം സംഭവിക്കും. അതിലൂടെ നമ്മുടെ സുപ്രീം കോടതി പരിഗണിക്കേണ്ട കേസുകളുടെ എണ്ണത്തിൽ ഒരുപാട് ഇൻക്രീസ് ഉണ്ടാകും. പിന്നെ ആ കേസുകളിൽ അത്ര ഡിലേ സംഭവിക്കും. പിന്നെ നമ്മുടെ ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറിയെ തന്നെ അത് ബാധിക്കുന്ന രീതിയിൽ ആ കേസുകൾ പെൻഡിങ്ങിലായി തീരുകയും നമ്മുടെ ജുഡീഷ്യറിക്ക് മോശമായ രീതിയിൽ അത് പ്രതിഫലിക്കുകയും ചെയ്തേക്കാം. അപ്പോൾ ഒന്നാമത്തെ വിഷയം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇംപ്രാക്ടിക്കൽ. അങ്ങനെ കൊടുക്കുക എന്നുള്ളത് ഇംപ്രാക്ടിക്കൽ ആണ്. അതിന്റെ പേരിൽ ഇഷ്ടം പോലെ കോൺസിക്വൻസസ് ഉണ്ടാകും. രണ്ടാമത് അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ അറ്റോർണി ജനറൽ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ഇത്. അറ്റോർണി ജനറൽ പൂർണ്ണമായി അതിനെ എതിർക്കുകയുണ്ടായി. ശേഷം ജഡ്ജ്മെന്റിലോട്ട് വരാം. ലെറ്റ്സ് കം ടു ദി ജഡ്ജ്മെന്റ്. AK സിക്കിരി അതുപോലെ തന്നെ അശോക് ഭൂഷൺ ഈ 2 ജഡ്ജിമാരായിരുന്നു ഈ കേസിൽ പ്രസന്റ് ചെയ്തിരുന്നത്. AK സിക്കിരി സാറിന്റെ ജഡ്ജ്മെന്റ് ആണ്. ഇറ്റ് വാസ് ഡിഫിക്കൽട്ട് ടു അക്സെപ്റ്റ് ദി ആർഗ്യുമെന്റ് ഓഫ് പെറ്റീഷണർ that the expression Chief Justice was to be read as collegium, consisting of 5 senior-most judges. The judgments cited by the petitioner are in the context of Article 124 of the Indian Constitution, wherein the expression Chief Justice was read as collegium. After examining the constitutional scheme and the objective behind such a provision met for appointment of judges, the role of the Chief Justice as Master of Roster also assumes much significance. Thus, it was difficult to accept the prayer of the petitioner that the expression Chief Justice appearing in the Supreme Court rules 2013 be read as collegium of 5 senior-most judges for the purpose of allocating the matters. Judgment by Justice Ashok Bhusan. I have advantage of going through the draft judgment of my esteemed brother Justice AK Sikri. I entirely agree with the opinion expressed by my brother. However, looking to the importance of the issues raised in the petition, I also express my views on the subject. With regard to the procedure and practice of the Supreme Court, Article 145 of the Indian Constitution empowers the Supreme Court to frame rules with the approval of the President. The word practice and procedure of the Court are wide enough to include practice and procedure relating to preparation of roster and allocation of cases. The rules framed by the Supreme Court Article 145 of the Indian Constitution specifically refers the Chief Justice in Chapter 6, the Chief Justice who was to nominate the bench for hearing every case, appeal or matter. There was no indication in any constitutional provisions or rules. കൺക്ലൂഷൻ. ആകെ ചുരുക്കം ഈ ജഡ്ജ്മെന്റിൽ 2 ജഡ്ജിമാരും ജസ്റ്റിസ് AK സിക്കിരി അതുപോലെ തന്നെ ജസ്റ്റിസ് അശോക് ഭൂഷൺ ഈ 2 ജഡ്ജിമാരും പൂർണ്ണമായും ഈ ഒരു കേസിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് മാസ്റ്റർ ഓഫ് റോസ്റ്റർ എന്ന പദവി ഒരിക്കലും കൊളീജിയത്തിലോട്ട് വിട്ടുകൊടുക്കാൻ സാധിക്കത്തില്ല. മറിച്ച് അത് ചീഫ് ജസ്റ്റിസ് തന്നെ കൈകാര്യം ചെയ്യണം. മാത്രമല്ല ഒരാൾ ചീഫ് ജസ്റ്റിസ് ആകുന്നത് അത് അദ്ദേഹത്തിന്റെ ലീഗൽ മേഖലയിൽ ഒരുപാട് കടമ്പകൾ കഴിഞ്ഞ് ഒരുപാട് പ്രാക്ടീസും അതുപോലെ തന്നെ ഒരുപാട് പാർട്ടിസിപ്പേഷൻസ് ഒക്കെ ചെയ്തിട്ടാണ് ഒരാൾ ചീഫ് ജസ്റ്റിസ് എന്ന പദവിയിലോട്ട് എത്തുന്നത്. സ്വാഭാവികമായും അത്രയും പ്രൊവിഷൻസും കോൺസിക്വൻസസും ഒരുപാട് കടമ്പകളും കഴിഞ്ഞെത്തുന്ന ഒരാൾക്ക് സ്വാഭാവികമായും ഇത്തരത്തിലുള്ള പിഴവുകളൊന്നും വരാൻ സാധ്യത കുറവാണ്. മാത്രമല്ല അങ്ങനെ എത്തുന്ന ഒരു ചീഫ് ജസ്റ്റിസിന്റെ കയ്യിൽ നിന്നും ഈ മാസ്റ്റർ ഓഫ് റോസ്റ്റർ എന്ന ആ ഒരു ഉത്തരവാദിത്വം, ആ ഒരു അതോറിറ്റി കൊളീജിയത്തിലോട്ട് വിട്ടു കൊടുക്കേണ്ടതായിട്ടില്ല എന്നതായിരുന്നു ഇവരുടെ ആകെ ചുരുക്കമുള്ള ജഡ്ജ്മെന്റ്. കൺക്ലൂഷൻ. As I learned in this case, as I understood from the aforesaid case, from Shanti Bhusan versus Supreme Court of India and others, it can be concluded that it is necessary to maintain the master of roster, power of Chief Justice, for the smooth functioning of the judicial system. Even though the petitioner put forward the argument Chief Justice is not to be interpreted as collegium, according to first judge case. Also, the collegium system for the appointment of judges laid down through second judge cases should be taken into the considered in the case of allotment of matters to various benches. But the Supreme Court held that the discretionary power of Chief Justice remains same. Court pointed out various cases and 3 judgments, including State of Rajasthan versus
Prakash Chand and others. Campaign for Judicial Accountability and Reforms versus Union of India and others. To provide validity to the statement made. In short, Chief Justice is the master of roster. He is the chief of High Court and on judicial. He is the first among equals. താങ്ക് യു. ആകെ ചുരുക്കം എനിക്ക് ഈ കേസിൽ നിന്ന് മനസ്സിലായത്, ഫേവറായി തോന്നിയത് അല്ലെങ്കിൽ ഒരു അനുകൂലമായി തോന്നിയത്, പെറ്റീഷണറുടെ സൈഡ് കേട്ടപ്പോൾ, പെറ്റീഷണറിന്റെ വശങ്ങൾ കേട്ടപ്പോൾ സ്വാഭാവികമായും പെറ്റീഷണറിന്റെ ഭാഗത്ത് അദ്ദേഹം കൊണ്ടുവന്ന പ്രൊവിഷൻസ് ന്യായമായി തോന്നി. കാരണം ഇന്ത്യയിലെ തന്നെ ഏറ്റവും അപ്പെക്സ് കോർട്ടാണ് സുപ്രീം കോർട്ട്. അതുപോലെ ഉള്ള ഒരു കോർട്ടിലെ ഒരു പ്രധാനപ്പെട്ട ഒരു പവർ അത് ഒരാളിൽ മാത്രം ഒതുക്കാതെ ഒന്നിൽ കൂടുതൽ ആളുകളിലേക്ക് അത് കൊടുക്കണം എന്നതായിരുന്നു പ്രധാനമായും ഈ കേസിൽ അഡ്വക്കേറ്റ് ശാന്തി ഭൂഷൺ ആവശ്യപ്പെട്ടത്. സ്വാഭാവികമായും അത് കേട്ടപ്പോൾ ആ ഒരു പ്രൊവിഷനോട് സ്വാഭാവികമായും ഒരു താല്പര്യം തോന്നിയെങ്കിലും ജഡ്ജ്മെന്റിലോട്ട് എത്തിയപ്പോൾ അതിന്റെ കോൺസിക്വൻസസും അതിലൂടെ ഉണ്ടാകാവുന്ന ഇംപ്രാക്ടിക്കലും അതിന്റെ ടാസ്കുകളും മനസ്സിലാക്കിയപ്പോൾ തീർച്ചയായും അത്തരം മാസ്റ്റർ ഓഫ് റോസ്റ്റർ എന്ന പദവി ഒരിക്കലും ചീഫ് ജസ്റ്റിസിൽ നിന്നും കൊളീജിയത്തിലോട്ട് വിട്ടുകൊടുക്കാൻ പാടില്ല. മറിച്ച് അത് ചീഫ് ജസ്റ്റിസ് എന്ന വ്യക്തിയിൽ തന്നെ ഒതുങ്ങി തീരണം അല്ലെങ്കിൽ ഒതുക്കിക്കൊള്ളണം എന്ന ഒരു നിഗമനത്തിലേക്കായിരുന്നു എനിക്ക് എത്താൻ സാധിച്ചത്.